ആനയുടെ കാഴ്ച വളരെ കുറവാണ്. ബൈനോക്കുലർ വിഷനാണ്. നമ്മളെപ്പോലെ രണ്ട് കണ്ണും ഒരുമിച്ചല്ല, രണ്ട് സൈഡിലേക്കാണ്. ബൈനോക്കുലർ വിഷൻ ആകുമ്പോൾ ഡെപ്ത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് കണ്ണാകുമ്പോൾ നമുക്ക് ഡെപ്ത് അറിയാം. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഡെപ്ത് ഫീൽ ചെയ്യാൻ പറ്റും. എലഫന്റിന് ഡെപ്ത് ഫീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഇങ്ങനെയാണ്. ഇത് കോൺ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു 10 മീറ്റർ അപ്പുറത്താണ് ഈ രണ്ടിൻ്റെയും ആംഗിൾ വന്ന് കോൺ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് പുള്ളിക്ക് ശരിക്കും ഒരു വിഷൻ വരുന്നത്. പക്ഷേ മാക്സിമം പോയി കഴിഞ്ഞാൽ 20 ഇതാണ്. കളർ ബ്ലൈൻഡാണ് ആനിമൽ. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, വൈറ്റ് പോലുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആനിമൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവിങ് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐസൈറ്റ് എന്ന് പറഞ്ഞാൽ ആനിമലിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അല്ല ആനയുടെ. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്മെല്ലാണ്. ഓക്കെ, സ്മെല്ല് വളരെ കൃത്യമായിട്ട് തന്നെ സ്മെല്ല് കിട്ടും. ഇപ്പോൾ നമ്മളൊരു ആനിമലിനെ നമുക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എൻ്റെ നല്ല പഴയ എക്സ്പേർട്ടായ വാച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. കാട്ടാനെ പോയി തൊട്ടിട്ട് വരും, ഒന്ന് ടച്ച് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് ടച്ച് ചെയ്തിട്ട് വരും. അതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ആ വഴിക്കാരുത്, അത് നമ്മളെ സ്മെല്ല് അങ്ങോട്ട് പോകരുത്, ഏത് ആനയ്ക്ക് പോകരുത്. ഓക്കെ, ഈ ലെവലിലേക്ക് വരണം. അത് കൃത്യമായിട്ട് നോക്കി. ശബ്ദം ഭയങ്കര പ്രശ്നമാണ്, ഈവൻ വൈബ്രേഷൻസ് പ്രശ്നമാണ്. ഏറ്റവും കാമായിട്ട് നിന്നിട്ട് വേണം നമ്മൾ ആനയെ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ നമ്മൾ ആനയെ ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പ്രിഫർ ചെയ്യുന്നത് ബൈ സർപ്രൈസ് എന്ന് പറയാം. നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, രാവിലെ ഒരു 4-5 മണിയാകുമ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ സൈറ്റിലെത്തി, ആനയുടെ സൈറ്റിൽ. അതിന് മുമ്പ് ട്രാക്കേഴ്സ് പോയിട്ടുണ്ടാവും, അവർ കണ്ടെത്തി, അവർ സൈറ്റിലെത്തി. നമ്മൾ പിന്നെ മെല്ലെ കയറി ഓക്കെ പോയി ആനിമലിനെ കണ്ടു. കൃത്യമായിട്ട് എൻ്റെ ട്രാക്കേഴ്സ് ഉണ്ട്, അവർ കണ്ട് നമ്മൾ സേഫ് ഡിസ്റ്റൻസ് വെച്ചു, അടിച്ചു. ചില കേസിൽ ആന അറിയ പോലുമില്ല ഇത് ഡാട്ട് കൊണ്ട്.